ഇവിടെ ഒരുപാട് ആളുകൾ പടച്ചവനിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട്, അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് റബ്ബിലേക്ക് കൈകൾ ഉയർത്തേണ്ടതിന് പകരം ഇന്ന് അതിനേക്കാൾ അധികമായി കൊണ്ട് മനുഷ്യരുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും അതെല്ലാം തന്നെ നേടിയെടുക്കുന്നതിന് വേണ്ടി മരിച്ചവരുടെ കബറിടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് ജൂത ക്രൈസ്തവരുടെ കാലഘട്ടം മുതൽക്ക് തന്നെ ഉണ്ട്. പിന്നീട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതിനെ പിന്തുണച്ചുകൊണ്ട്, അതിനെ പിന്താങ്ങിക്കൊണ്ട്, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന വിഭാഗമാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം കടന്നു വന്ന ഷിയാക്കൾ, ഷിയാത്തുർ റസൂൽ, ഷിയാത്ത് പ്രവാചകന്റെ അനുയായികൾ, ഷിയാത്തു അലി എന്ന പേരുകളിലൊക്കെ കടന്നു വന്ന ഷിയാക്കൾ. ആ ഷിയാക്കൾ കടന്നു വന്നത് ഇതേ കാര്യം തന്നെയാണ് അവർ തുടർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വിശ്വാസികളായ ആളുകൾക്ക് വളരെ ഗൗരവമായ ഉത്തരവാദിത്വമുണ്ട്. فمن رأى منكم منكرا فليغيره بيده فإن لم يستطع فبلسانه وإن لم يستطع فبقلبه وذلك أضعف الإيمان. സമൂഹത്തിൽ ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ലാത്ത അരുതാത്ത ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ കണ്ടാൽ അവിടെ നമുക്കുള്ളൊരു ബാധ്യതയുണ്ട്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ആ ബാധ്യത ഫൽയുഗയ്യിറുഹു ബിയദിഹി, കൈകൊണ്ട് അതിൽ നിന്നവരെ തടഞ്ഞു രക്ഷപ്പെടുത്തുക. സഹോദരി, ഇത് നമുക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ രക്ഷപ്പെടുത്താനുള്ള ബാധ്യത അത് സമൂഹത്തിലെ വിശ്വാസികളായ ഈമാനുള്ള ആളുകളുടെ ബാധ്യതയാണ്. അതിനവർക്ക് സാധ്യമായിട്ടില്ല എങ്കിൽ കൈകൊണ്ട് നമ്മുടെ ആശ്രിതരായ, നമ്മുടെ കീഴിൽ ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബിനിമാർ, ഭാര്യമാർ, അങ്ങനെ നമ്മുടെ കീഴിലുള്ള ആളുകളാണ് എങ്കിൽ ഇത് പറ്റില്ല, ഇത് പാടില്ല എന്ന് പറഞ്ഞ് അവിടെ നമുക്ക് തിരുത്താൻ സാധിക്കും. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യത കഴുത്തിൽ ഒരു നൂല് കെട്ടിക്കൊണ്ട് കാണുന്നു. എന്താണിത് എന്ന് ചോദിച്ചപ്പോൾ പനി മാറുന്നതിന് വേണ്ടി, രോഗം മാറുന്നതിന് വേണ്ടി, അസുഖം മാറുന്നതിന് വേണ്ടി കെട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എങ്ങനെയെങ്കിലും രോഗം മാറിയിട്ടെങ്കിൽ നമുക്ക് ഭക്ഷണം വെച്ച് വിളമ്പി തരാൻ അപ്പോഴല്ലേ കഴിയുകയുള്ളൂ എന്നല്ല മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ ഇണയുടെ ഭാര്യയുടെ കഴുത്തിൽ നിന്ന് ആ നൂല് പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞത്, ആലു മസ്ഊദ് അഗ്നിയാഉ അനി ശിർക്ക്. ഇബ്നു മസ്ഊദിന്റെ കുടുംബത്തിൽ ഈ ശിർക്കിന്റെ ആവശ്യമില്ല, ഇബ്നു മസ്ഊദിന്റെ കുടുംബത്തിൽ ഈ ശിർക്കിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്കുള്ള ബാധ്യതയാണ് നമ്മുടെ കീഴിലുള്ള, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ മക്കളിൽ ശരിയല്ലാത്ത റബ്ബിനെ വിട്ടുകൊണ്ട് പടച്ചവനിൽ നിന്ന് പടപ്പുകളിലേക്ക് തിരിയുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക എന്ന ബാധ്യതയുണ്ട്. ഫൈലം യസ്തത്യ, അതിന് കഴിയാത്ത സാഹചര്യമാണ് എങ്കിൽ ഫബിലിസാനിഹി, നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുക. ഇന്നിവിടെ നടക്കുന്നത് സഹോദരങ്ങളെ ആ ഒരു ബാധ്യതാ നിർവഹണമാണ്. മഅദിറതൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പടച്ചവനെ ഇതാ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മരിച്ചുപോയവരുടെ മക്ബറകൾ, ആ മക്ബറകൾ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ കൃത്യമായി കൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ, അത് ശരിയല്ല എന്നുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് പറ്റാവുന്നതെല്ലാം തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മഅദിറതൻ ഇലാ റബ്ബിക്കും, റബ്ബിന്റെ മുന്നിൽ ഉദ്ർ ബോധിപ്പിക്കാൻ വേണ്ടി. വലഅല്ലഹും യത്തഖൂൻ, നന്നാവുകയാണെങ്കിൽ അവർക്കും അതിന്റെ ഗുണമുണ്ട്, അവർ നന്നാവുകയാണെങ്കിൽ അതിൽ ഖൈറുണ്ട്.